ചന്ദ്രകാന്തം നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നൊരു കഥാ വഴിത്തിരിവിലേക്കായിട്ട് പോകുന്നത്. നമ്മുടെ പിങ്കിയുടെ ആളിക്കത്തുന്ന പക, അതിൽ വെന്തൊടുങ്ങുന്ന നന്ദ. അതേ പ്രേക്ഷകരെ, അതായിരിക്കും ഇനി നമ്മുടെ ചന്ദ്രകാന്തം എപ്പിസോഡുകളിൽ ഇനി കാണുവാൻ സാധിക്കുന്നത്. വേറെ നമ്മുടെ പുത്തൻ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അർജുൻ എന്നേക്കുമായി നമ്മുടെ ഇന്ത്യവരത്തിൽ നിന്നും വിട പറയുന്നത്, നമ്മുടെ പിങ്കിയുടെ ജീവിതത്തിൽ നിന്നും തന്നെ വിട പറയുന്ന നിമിഷങ്ങൾ. നമ്മുടെ നന്ദയെ രക്ഷിക്കാൻ പോകുമ്പോൾ നമ്മുടെ അർജുൻ്റെ ജീവൻ തന്നെയാണ് പൊലിഞ്ഞു പോകുന്നത് നമ്മുടെ ബാലാജിയുടെ കീഴിൽ. അതിനുശേഷം നമ്മുടെ ഇന്ത്യവരത്തിൽ വരികയും ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുകയും പിന്നീട് നമ്മുടെ ഈ അർജുൻ്റെ ചടങ്ങിനൊക്കെ ശേഷം നമ്മുടെ പിങ്കിയുടെ സമനില ആകെ തെറ്റിപ്പോകുന്നൊരവസ്ഥ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. ആരായാലും അങ്ങനെ തന്നെയായിരിക്കും. അടുത്തിട്ടാകെ കുറച്ച് വിരലെണ്ണാവുന്ന ദിവസങ്ങൾ പോലും ആയിട്ടില്ല അല്ലേ പ്രേക്ഷകരെ? അതിക്ക് മുമ്പേ ആ ഒരു തൻ്റെ ജീവൻ്റെ പാതി കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു സത്യാവസ്ഥ അത് മനസ്സിലാക്കാൻ എന്താ പറയുക ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ പിങ്കിയുടെ മാനസിക നില തെറ്റുന്ന ഒരു അവസ്ഥ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നന്ദയോടുള്ള ഒരു അടങ്ങാത്ത പകയും നമ്മുടെ പിങ്കിയുടെ ഉള്ളിൽ വളർന്നു വരികയാണ്. നന്ദ കാരണമാണല്ലോ തൻ്റെ ആ ഒരു പാതി ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു തോന്നലും. അതേ പ്രേക്ഷകരെ, അതിൻ്റെ ഒരു ദേഷ്യത്തിലും വാശിയിലും നമ്മുടെ നന്ദ നമ്മുടെ പിങ്കിയുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ ഒറ്റ തള്ളുന്നൊരു രംഗം തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ നന്ദ ചെന്ന് ആഞ്ഞടിച്ച് വയറടിച്ച് വീഴുകയും നന്ദയുടെ കുഞ്ഞ് നഷ്ടപ്പെടുന്നൊരു രംഗവുമാണ് നമുക്ക് ഇനി ചന്ദ്രകാന്തത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യവരത്തിൽ വന്ന സൗഭാഗ്യങ്ങൾ രണ്ടും ഒന്നിന് പുറകെ ഒന്നൊന്നായി പൊലിഞ്ഞു പോകുന്നൊരവസ്ഥ തന്നെയാണ് പ്രേക്ഷകരെ നമുക്കിനി നമ്മുടെ ചന്ദ്രകാന്തത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. കുറേ പ്രേക്ഷകർ ഈ പ്രൊമോ കണ്ടിട്ട് പറയുന്നുണ്ട്, ഞങ്ങളിനി ചന്ദ്രകാന്തം കാണുന്നത് നിർത്തി, അർജുൻ പോയില്ലേ, അർജുൻ പകരം നന്ദ മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ അർജുൻ പോയതിൻ്റെ വിഷമം ആൾക്കാർക്ക് സഹിക്കാനാവാന്നതിലും അപ്പുറം കേട്ടോ. ഇനി എന്തൊക്കെയാകും നമ്മുടെ ചന്ദ്രകാന്തം അവസ്ഥ നമുക്ക് കണ്ടു തന്നെ അറിയണോട്ട്. ഇന്ത്യവരത്തിൽ ആകെപ്പാട് ഇനി ഒരു ശോകമൂകമായിട്ടുള്ള ഒരു ദിവസങ്ങൾ തന്നെയായിരിക്കും. ആകെ ഒരു അനന്തരാവകാശി വരാൻ പോയി, അത് നഷ്ടപ്പെട്ടു. നമ്മുടെ അർജുൻ പിങ്കി കുറച്ച് നാളുകൾക്ക് ശേഷം ഒന്നിച്ചു, അർജുൻ ഇല്ലാതായി. അങ്ങനെ വളരെയേറെ ദുഃഖം നിറഞ്ഞ നാളുകൾ തന്നെയാട്ടോ നമ്മുടെ ഇന്ത്യവരത്തിൽ ഇനി വരാൻ പോകുന്നത്. ഇതൊക്കെ ഇനി എങ്ങനെ തരണം ചെയ്യും, ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത്, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.